ഹലോ, ഇതിൻ്റെ ഈ ഡെസിമലിൻ്റെ ഡിവിഷൻ ഒന്ന് നോക്കിയാണത്. അപ്പോൾ 0.132 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇപ്പോൾ ഇവിടെ 0 ആണ്, നമുക്കിവിടെ 0 കൊടുക്കാം. ഈ പോയിന്റിന് ഇവിടെ കൊടുത്തിട്ട് അതിന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇവിടെ 1 ആണ് അല്ലേ. 1 ആകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ 132 ഡിവൈഡഡ് ബൈ 4 ആകുമ്പോഴത്തേക്ക് നമ്മൾ 4 3s 12 എന്ന് പറഞ്ഞ് ഇത് രണ്ടും കൂടെ ചേർത്തങ്ങ് എടുക്കാറുണ്ട് അല്ലേ. ഇവിടുത്തെ 0 കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓരോരോ ഡിജിറ്റായിട്ട് എടുത്തോളണം, ചേർത്തെടുക്കരുത്. ഓക്കെ, ഈ 1 4നേക്കാൾ സ്മോളാണ്. അപ്പം നമ്മൾ കോഷ്യന്റിൽ 0 കൊടുക്കണം. 0 കൊടുത്തിട്ടേ അടുത്ത ഡിജിറ്റ് എടുക്കാവൂ. ഇനി നമുക്ക് 13 ഒരുമിച്ചെടുക്കാം. ദെൻ 4 3s 12. Okay, പിന്നെ 3 minus 2 is 1. Bring down 2. 4 3s 12. 0. അപ്പോൾ 0.033. 0.033. ചില ആൾക്കാരത് 0.33 വെച്ചങ്ങ് ചെയ്ത് കളയും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സംഭവം എന്താണെന്നറിയാം, നമ്മൾ 132 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് 4 3s 12. 1 12. 4 3s 12. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കോഷ്യന്റ് 33 കിട്ടിയാൽ നമ്മൾ ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ഇവിടെ 3 1 2 3 3 ഡെസിമൽ പ്ലേസ് വേണം. അങ്ങനെയും ചെയ്യാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നോക്കിയേ. ഇതിന്റെ ഫ്രാക്ഷൻ ഫോം ഒന്ന് നോക്കിയാണ്ടേ. 0.132 ഈസ് 132 ബൈ 1000 ആണ് അതിന്റെ ഫ്രാക്ഷൻ ഫോം. പിന്നെ ഡിവൈഡഡ് ബൈ 4 അല്ലേ. ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റു 1/4 ആണ് വരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ബൈ 1000 ആണ് വരുന്നത്. 132 ഡിവൈഡ് ബൈ 4 ആകുമ്പോഴത്തേക്ക് 33 വരും. ഇനി 33 ബൈ 1000, 33 ബൈ 1000ന്റെ ഡെസിമൽ ഫോം എങ്ങനെയാണ്? ഡെസിമൽ ഇങ്ങോട്ട് 1 2 3 ഡിജിറ്റ് ലെഫ്റ്റിലോട്ട് ഡിവിഷൻ അല്ലേ. റിസൾട്ട്സ് 0.033 അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്.